അന്തരിച്ച NCP നേതാവ് അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയാകും. ഇന്ന് വൈകിട്ട് 5 മണിക്ക് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കും. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു. NCP നിയമസഭാ കക്ഷി യോഗം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ചേരുന്നുണ്ട്. വിശദാംശങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, അജിത് പവാറിന്റെ ഭാര്യ അടുത്ത ഉപമുഖ്യമന്ത്രിയായി വരുന്നു. അവർ നിലവിൽ രാജ്യസഭാ അംഗമാണ്. മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിന് ഒരു മണ്ഡലത്തിൽ സാധ്യതയുണ്ട്. ഇപ്പോൾ എന്തായാലും NCP പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് സുനേത്ര പവാറിനെ പുതിയ ഉപമുഖ്യമന്ത്രിയായി തീരുമാനിക്കുന്നു. വൈകിട്ടാണ് സത്യപ്രതിജ്ഞ. കൂടുതൽ വിവരങ്ങൾ ശ്രീകാന്ത്. മഹാരാഷ്ട്രയിൽ പുതിയ ഉപമുഖ്യമന്ത്രിയെ തീരുമാനിച്ചിരിക്കുന്നു. ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, വിശദാംശങ്ങൾ. മഹാരാഷ്ട്രയിൽ പുതിയ ഉപമുഖ്യമന്ത്രിയായി അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ എത്തും എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയാണ് സുനേത്ര പവാർ. മഹാരാഷ്ട്രയുടെ ദാദാ അജിത് ദാദയുടെ പിൻഗാമി പ്രിയ പത്നി തന്നെ എന്ന കാര്യം ഉറപ്പിച്ചിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് NCPയുടെ നിയമസഭാ കക്ഷി യോഗം ചേരും. ഇതിനോടകം പാർട്ടി സുനേത്രയുടെ പേര് നിർദ്ദേശിച്ചിട്ടുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം എന്താണോ NCP പറയുന്നത് ആ പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കും എന്ന് ഇതിനോടകം തന്നെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ സുനേത്രയ്ക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രശ്നങ്ങളില്ല. 2, ഈ NCP ഒരു കുടുംബ പാർട്ടി കൂടിയാണ്. അവിടെ ശരത് പവാർ ഉൾപ്പെടെയുള്ളവർ എടുക്കുന്ന തീരുമാനം അണികൾ അനുസരിക്കുക എന്നുള്ളതാണ് ഉള്ളത്. സ്വാഭാവികമായും സുനേത്ര ഉപമുഖ്യമന്ത്രിയാകും. ഇനി മറ്റൊന്ന് വരാനുള്ളത്, ഈ പാർട്ടിയുടെ സ്റ്റിയറിംഗ് ഇനി ആരുടെ കൈകളിലേക്ക് പോകും എന്നുള്ളതാണ്. അജിത് പവാർ നിലവിൽ ഇനി ഇല്ല. അജിത് പവാർ ഓർമ്മയായി. ശരത് പവാർ റിട്ടയർമെന്റ് ഈ വർഷം തന്നെ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും സുപ്രിയ സുലെയുടെ കൈകളിലേക്ക് ഈ പാർട്ടി NCP പൂർണ്ണമായും പോകാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്. അപ്പോൾ തീർച്ചയായും ഈ രാഷ്ട്രീയപരമായി NCPയിൽ 2 ഘടകങ്ങളായി നിൽക്കുന്ന വിഭാഗങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ സുപ്രിയ സുലെ അടക്കമുള്ള ആളുകൾ, പ്രത്യേകിച്ചും NCP കൂടുതൽ ഒരേ ഘടകത്തിലേക്ക് വന്ന് ഒരേ നിലയിൽ NCPയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയും ഇതോടൊപ്പം നമുക്ക് ചേർത്ത് വായിക്കേണ്ടതല്ലേ ശ്രീകാന്ത്? വിനോദ്, NCP ഇതിനോടകം തന്നെ ഒരുമിച്ചാണ്. അതായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ ഒരുമിച്ചാണ് മത്സരിച്ചത്. നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ NDA മുന്നണിക്കൊപ്പം മഹായുതിക്കൊപ്പം അജിത് പവാറിന്റെ പാർട്ടി ചേർന്നിരുന്നു. പക്ഷെ അതിനുശേഷം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്ന ഘട്ടത്തിൽ അവർ വൈര്യം മറന്ന് അവരുടെ മേഖലയിൽ പൂനെ, സത്താറ, പിംപ്രി ചിഞ്ച്വാഡ് ഉൾപ്പെടുന്ന ബെൽറ്റിൽ അവർ ഒരുമിച്ചാണ് മത്സരിച്ചത്. അതിനുശേഷം ഈ പാർട്ടി ലയിച്ച് 2 പാർട്ടിയായി മാറാതെ ഒരുമിച്ചൊരു പാർട്ടിയായി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചൊക്കെ ചർച്ചയും നടക്കുകയായിരുന്നു. നിലവിൽ അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. സ്വാഭാവികമായും അവർ മുൻപ് എടുത്ത അതേ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് ഇത് ഒറ്റ പാർട്ടിയായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അധികാര സ്ഥാനത്തേക്ക് ഉപമുഖ്യമന്ത്രി പദവിയിലേക്ക് സുനേത്ര എത്തുന്നു. സുപ്രിയ പാർട്ടിയെ നയിക്കട്ടെ എന്ന് പവാർ തീരുമാനിച്ചാൽ ആ പാർട്ടിയിൽ അത് തന്നെ നടക്കും. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. NCPയിൽ പുതിയ യുഗം പിറക്കുകയാണ്. സുനേത്ര പവാർ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായി വരുന്നു. സംസ്ഥാനത്തെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രി കൂടിയാണ് സുനേത്ര. വൈകിട്ട് സത്യപ്രതിജ്ഞ നടക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീകാന്ത്.